അയോൺ KVL കേസിൽ ചെയ്തിട്ട കുറച്ച് പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം, ഡ്രോ ദ ഓറിയന്റ് ഗ്രാഫ്, റൈറ്റ് ദ ടൈസെറ്റ് matrix and hence of the obtain the equilibrium equation on loop basis. Then calculate the values of branch currents and branch voltages. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗ്രാഫ് വരക്കണം. ഗ്രാഫ് വരക്കണമെങ്കിൽ ആദ്യം നോട്ട്സ്, ഇവിടെ എത്ര നോട്ട്സ് ആണുള്ളത്? 1, 2, 3, 4 നോട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 4 നോട്ട്സ് മാർക്ക് ചെയ്യുക. പിന്നെ ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് മാർക്ക് ചെയ്യുമ്പോൾ റെസിസ്റ്റർ എല്ലാം എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യുക. വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യുക. കറന്റ് സോഴ്സ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പൊ കറന്റ് സോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഗ്രാഫിൽ ഈ ലൈന് വരക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഏതുപോലെ കരം ഇതിന്റെ ഈ സർക്യൂട്ടിന്റെ ഗ്രാഫ് ഇതേപോലെ ആയിരിക്കും. 1ഉം 2ഉം തമ്മിൽ ഒന്നുണ്ടാകും, 1ഉം 3ഉം തമ്മിൽ, 1ഉം 4ഉം തമ്മിൽ, പിന്നെ 4th ബ്രാഞ്ച്, ഈ ബ്രാഞ്ച്, ഈ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും എന്താ ചെയ്യുക, നമ്മൾ ഓരോ പേര് കൊടുക്കുക. ബ്രാഞ്ചിന് എന്ത് ചെയ്യുക, ഓരോ പേര് കൊടുക്കുക. ഇതെന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇല്ലാത്തത്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ട്രീ സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് ചെയ്ത ട്രീ ഏതൊക്കെയാണ്? 2, 4, 2, 3, 4, 1 എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഈ 3 ബ്രാഞ്ച്, 4, 5, 6 ബ്രാഞ്ച് കൂടി ചേർന്ന ട്രീ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറെ കുറെ ട്രീ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷെ എല്ലാ നോഡും തമ്മിൽ എന്ത് ചെയ്യണം, ടച്ച് ആയിരിക്കണം. ഓക്കെ, അപ്പോ ഇതിൽ ലിങ്ക്സ് ഏതൊക്കെയാണ്? 1, 2, 3. ഓക്കെ, ലിങ്ക്സ് ഏതൊക്കെയാണ്? 1, 2, 3. ഓക്കെ, അപ്പൊ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ക്ലോസ് ലൂപ്പ് കിട്ടുന്നുണ്ട്. 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്ലോസ് ലൂപ്പ് കിട്ടും. ഇതേപോലെ ഒരു ക്ലോസ് ലൂപ്പ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, ഫസ്റ്റ് ടൈസെറ്റ്. 2 ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് രണ്ടാമത്തെ ടൈസെറ്റ്. 3 ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് മൂന്നാമത്തെ ടൈസെറ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈസെറ്റിൽ 1, 4, 5, 6 എന്ന് പറഞ്ഞ ബ്രാഞ്ചസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 1, 4, 5, 6 എന്തുണ്ടാകും, വാല്യൂസ് ഉണ്ടാകും. 2, 3 വാല്യൂസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ 1ന്റെ അതേ ഡയറക്ഷൻ ആണോ 4? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ 4 എന്നുള്ളതിന് -1. 5 സെയിം ഡയറക്ഷൻ ആണ്. 6 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, 1ന്റെ അതേ ഡയറക്ഷൻ ആണോ നോക്കാം. അതിനനുസരിച്ച് വാല്യൂസ് എഴുതി. രണ്ടാമത്തെ ടൈസെറ്റ് 2 ആണ് ആഡ് ചെയ്യണത്. ഇപ്പൊ 2 ആഡ് ചെയ്താൽ ഏതാണ്, 2 ആഡ് ചെയ്താൽ ക്ലോസ് ലൂപ്പ് എങ്ങനെയൊക്കെ വരാം, 2, 4, 5 എന്നുള്ള. ഓക്കെ, 2ഉം 4ഉം 5 ആണ് അതിലുള്ളത്. അപ്പൊ 2നും 4നും 5നും വാല്യൂസ് ഉള്ളത്. 2ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് 4, 5 സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ 2ന് 1, 4ന് -1, 5ന് 1. ഓക്കെ, 3, 4. ഓക്കെ, 3 ആഡ് ചെയ്തപ്പോൾ 3ഉം 4ഉം കൂടി. ഓക്കെ, 3ഉം 4ഉം കൂടി ഇതേപോലത്തെ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ 3ന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് 4നുള്ളത്. ഓക്കെ, അപ്പൊ 3നും 4നും 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബി മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് ZB മെട്രിക്സ്. ഓക്കെ, ZB മെട്രിക്സ് ബ്രാഞ്ച് ഇംപെഡൻസ് മെട്രിക്സ് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതായിരുന്നു ഫസ്റ്റത്തെ ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ച്, മൂന്നാമത്തെ ബ്രാഞ്ച്, നാലാമത്തെ ബ്രാഞ്ച്, അഞ്ചാമത്തെ ബ്രാഞ്ച്, ആറാമത്തെ ബ്രാഞ്ച്. ഓക്കെ, 6 ബ്രാഞ്ചസ് ആണ് മാർക്ക് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ബ്രാഞ്ചത്തെ ഇംപെഡൻസ് ഏതാണ്, എത്രയാണ്? 1 ആണുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 1 കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ ഇംപെഡൻസ് എത്രയാണ്? ഈ ഇംപെഡൻസ് 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് രണ്ടാമത്തെ കോളത്തിൽ മാർക്ക് ചെയ്തു. പിന്നെ മൂന്നാമത്തത് 1 ആണുള്ളത്. അപ്പൊ മൂന്നാമത്തെ റോയിലും മൂന്നാമത്തെ കോളത്തിലും മാർക്ക് ചെയ്തു. നാലാമത്തെ ബ്രാഞ്ച് നോക്കുക, അവിടെ റെസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? 0. അപ്പൊ എന്ത് ചെയ്യാം, അത് 0 ഇട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അഞ്ചാമത്തെ ഇംപെഡൻസ് എത്രയാണ്? അഞ്ചാമത്തെ ബ്രാഞ്ചത്തെ ഇംപെഡൻസ് 1 ആണ്. 0, 0, 0, 0, 1. ആറാമത്തെ ബ്രാഞ്ചത്തെ ഇംപെഡൻസ് 1 ആണ്. 0, 0, 0, 0, 0, 1 ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താ ചെയ്യുക, 0 ഇട്ടിട്ട് ഫില്ല് ചെയ്യാം. എന്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയഗണൽസ് മാത്രമേ എലമെന്റ്സ് ഉണ്ടാവും. ഇതാണ് എന്ത്, ZB മെട്രിക്സ്. ഇനി എന്തുണ്ട്, ബ്രാഞ്ച് വോൾട്ടേജ് മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ബ്രാഞ്ച് വോൾട്ടേജ് മെട്രിക്സ് ഉണ്ട്. നാലാമത്തെ ബ്രാഞ്ചിലാണ് ഇവിടെ എന്തുള്ളത്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ നാലാമത്തെ ഇതിന് എന്ത് ചെയ്യുക, വാല്യൂ ഇട്ടെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കറന്റ് ഡയറക്ഷൻ എടുത്തിട്ടുള്ളത് മൈനസിലോട്ടാണ് ഉള്ളത്. അപ്പോൾ +1 ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, +1 ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ വാല്യൂ. ഓക്കെ, പിന്നെ ഇനി എന്തും കൂടി ഉണ്ട്, VB അല്ല VS ആണ്. VS സോഴ്സ് വോൾട്ടേജ്. ഇനി സോഴ്സ് കറന്റ് ഉണ്ട്. ഓക്കെ, സോഴ്സ് കറന്റ് ഉണ്ട്. സോഴ്സ് കറന്റ് എവിടെയുള്ളത്, പുറത്തോട്ടാണ് ഉള്ളത്.
ഓക്കെ, ഈ ഇതിലോട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ബ്രാഞ്ചിന്റെ ഇതിനനുസരിച്ചുള്ളത്. ഓക്കെ, അപ്പൊ ഈ ജംഗ്ഷനിലോട്ട് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യുന്നതുകൊണ്ട് അത് എന്ത് ചെയ്യുക, -1 ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ZB, BS, IS ആക്കിയിട്ട് എടുത്തു. ഓക്കെ, ബിയും കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ KVL ഇക്വേഷൻ എന്തായിരുന്നു, BZB ട്രാൻസ്പോസ് IL ഈസ് ഈക്വൽ ടു BBS മൈനസ് BZB/IS എന്നാണ്. ഓക്കെ, നമുക്ക് ഇവിടെ IS ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് BS ഉണ്ട്, IS ഉണ്ട്. ZB ട്രാൻസ്പോസ് BS IS. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, B ഇൻറ്റു ZB കണ്ടെത്തി, അതാണ് ഇത്. പിന്നെ അതിനോട് കൂടി B ട്രാൻസ്പോസ് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, അപ്പ് ടു 3/3 മെട്രിക്സ് കിട്ടി. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, നമ്മൾ ഇതിത്തെ BS എന്നുള്ളത് കണ്ടെത്തി, B ഇൻറ്റു BS മൾട്ടിപ്ലൈ ചെയ്തു. മൂന്നാമത് B ഇൻറ്റു ZB നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോട് കൂടി ഏതും കൂടി മൾട്ടിപ്ലൈ ചെയ്തു, IS കൂടി മൾട്ടിപ്ലൈ ചെയ്തു. IS കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ വാല്യൂ. ഓക്കെ, എന്നിട്ട് നമ്മുടെ KVL ഇക്വേഷൻസ്. ഓക്കെ, അതെന്ത് ചെയ്തു, ആ വാല്യൂസ് ഉണ്ടാവും. B ഇൻറ്റു ZB ട്രാൻസ്പോസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇൻറ്റു IL എന്ന് വെച്ചാൽ 3 ലൂപ്പ് കറണ്ട്, I1, I2, I3. പിന്നെ BS മൈനസ് BZB/IS, ഈ ടേം മൈനസ് ഈ ടേം ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ -1 -1 0 -1 0 -1 1 -0 1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, IL1, IL2, IL3 എന്നുള്ള വാല്യൂസ് കിട്ടും. ഓക്കെ, ഇതാണ് ഇത് ലൂപ്പ് കറൻസ്. ഇവിടെ നമ്മളോട് ബ്രാഞ്ച് കറന്റും ബ്രാഞ്ച് വോൾട്ടേജും കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് കറന്റിന്റെ ഇക്വേഷൻ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ നോക്കിയതിൽ IB = B ട്രാൻസ്വേഴ്സ് IL. ഓക്കെ, അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടാകും, പ്ലസ് IS സോഴ്സ് കറന്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ ബ്രാഞ്ച് വോൾട്ടേജിന്റെ ഇക്വേഷൻ VB = ZB IB മൈനസ് BS. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ കൂടി നോക്കിയേക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, obtain the branch voltages using KCL equation, നോഡൽ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എത്ര നോഡ്സ് ഉണ്ട് നോക്കുക. എത്ര ഉള്ളത്, 1 2 3 3 ഓക്കെ, 1 2 3. ഇതാണ് 1, ഇതാണ് 2, ഇതാണ് 3. 1ഉം 2ഉം തമ്മിൽ ഒരു 8 ഓം ഉണ്ട്. 1ഉം ഇതും തമ്മിൽ ഒരു 3ഉം 12ന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. 1ഉം 3ഉം തമ്മിൽ ഒരു 4ന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. 2ഉം 3ഉം തമ്മിൽ 2 ബ്രാഞ്ചസ് ആണുണ്ട്. അതെല്ലാം മാർക്ക് ചെയ്തു. കറന്റിന്റെ ഡയറക്ഷൻ ഇഷ്ടമുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, KCL ചെയ്യണോണ്ട് A എന്നുള്ള മെട്രിക്സ് ആണ്, ഇൻസിഡൻസ് മെട്രിക്സ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് നോക്കുക, ഫസ്റ്റ് നോഡ് നോക്കുക. അപ്പൊ ഫസ്റ്റ് നോഡിലോട്ട് ഏതൊക്കെ കറണ്ട് 1ഉം 2ഉം 3 ആണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ 1ഉം 2ഉം 3ക്കും എന്ത് കിട്ടും, വാല്യൂസ് ഉണ്ടാവും. 4ഉം 5ഉം ടച്ച് ചെയ്യില്ല, അപ്പൊ അതിന്റെ വാല്യൂസ് 0. ഓക്കെ, ഇൻസിഡൻസ് മെട്രിക്സ് ആണ് എഴുതുന്നത്. 2 എൻട്രി ആണ്, 3ഉം 1ഉം എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ 1 ലീവ് ചെയ്യാണ്, ലീവ് ചെയ്യണതിന് പ്ലസ് ആവും, എൻട്രി ചെയ്യണതിന് -1 ആക്കിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ എൻട്രി ചെയ്യണത് ഇപ്പോൾ ഇവിടെ 2 ആണുള്ളത്. അപ്പൊ 2ന് എന്ത് എഴുതു, -1 ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തേൽ 3 4 5, 3ഉം 4 5നുമാണ് വാല്യൂസ് ഉണ്ടാവുക. എൻട്രി ചെയ്യണത് ഏതാണ്, 3 ആണ് എൻട്രി ചെയ്യുന്നത്, ബാക്കി രണ്ടും 1 ആയിരിക്കും. അതേപോലെ മൂന്നാമത്തെ വഴി. ഇനി ഇതിൽ എന്ത് ചെയ്യുക, ഒരു റോ റിമൂവ് ചെയ്യാം. ലാസ്റ്റ് റോ എന്ത് ചെയ്യാം, ഓക്കെ, ഈ റോ ആണ്ട് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, ഇനി ഇതിൽ എന്ത് ചെയ്യണം, KCL ഇക്വേഷൻ YB മെട്രിക്സ് ആണ്. ഓക്കെ, YB എന്ന് വെച്ചാൽ എന്താ, ഇംപെഡൻസ് അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, അഡ്മിറ്റൻസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ അഡ്മിറ്റൻസ് 1/4 ആണ്, ഇവിടുത്തെ അഡ്മിറ്റൻസ് 1/3 ആണ്, ഇവിടുത്തെ അഡ്മിറ്റൻസ് 1/4. ഇതൊക്കെ റെസിസ്റ്റൻസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇവിടുത്തെ ഇംപെഡൻസ് 1/5 ആണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മളിപ്പോ 1 2 3 4 5 ആക്കിയിട്ട് 1 ഫസ്റ്റ് ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ച്, മൂന്നാമത്തെ ബ്രാഞ്ച്, നാലാമത്തെ ബ്രാഞ്ച്, അഞ്ചാമത്തെ ബ്രാഞ്ച്, ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ YB മെട്രിക്സ് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് അഡ്മിറ്റൻസ് എഴുതുക. ഫസ്റ്റത്തെ അഡ്മിറ്റൻസ് എഴുതുക 1/4. രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ അഡ്മിറ്റൻസ് 0 1/3. മൂന്നാമത്തെ ബ്രാഞ്ചിന്റെ അഡ്മിറ്റൻസ് 0 0 1/8. നാലാമത്തെ 0 0 0 1/4. 0 0 0 0 1/5. ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു 5/5 മെട്രിക്സ് ആയിരിക്കും YB മെട്രിക്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ VS എന്നുള്ളത് എത്രാമത്തെ ബ്രാഞ്ചിലുള്ളത്, രണ്ടാമത്തെ ബ്രാഞ്ചിലും നാലാമത്തെ ബ്രാഞ്ചിലും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ബ്രാഞ്ച് നോഡ്
റോയിലും 4ാമത്തെ റോയിലും എന്തുണ്ടാകും, അതിന് വാല്യൂസ് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ എ ഇൻറ്റു വൈ ബി കാണുക. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, ഇതിൽ സോഴ്സ് കറന്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. ഓക്കെ, എ ഇൻറ്റു വൈ ബി കാണുക, അതായിട്ട് എ ട്രാൻസ്പോസ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ എ ഇൻറ്റു വൈ ബി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ബി എസ് മൾട്ടിപ്ലൈ ചെയ്ത എല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഒക്കെ മാത്സ് ഉണ്ട് കാര്യങ്ങൾ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, വി എ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ വി എൻ 1 കിട്ടും, വി എൻ 2 കിട്ടും, 2 നോഡ് വോൾട്ടേജസ് കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ബ്രാഞ്ച് വോൾട്ടേജസ് ചോദിച്ചാണെങ്കിൽ വി ബി ഇസ് ഇക്വൽ ടു എ ട്രാൻസ്പോസ് ബി എൻ ആണ്. ഓക്കെ, എ ട്രാൻസ്പോസ് ബി എൻ ആണ്. ബിനെ തൊട്ട് മുമ്പ് കട്ടി എ ട്രാൻസ്പോസും കണ്ടെത്തുന്നു. വി ബി ഇസ് ഇക്വൽ ടു എ ട്രാൻസ്പോസ് ബി എൻ. അപ്പോൾ ഓരോ വോൾട്ടേജും കിട്ടും. ഓക്കെ, ഇനി കെ സി എല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം, എഫ് കട്ട്സ് മെട്രിക്സ് ഉപയോഗിച്ചിട്ട് ക്യൂ മെട്രിക്സ് ഉപയോഗിച്ചിട്ടും കാണാം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഈ സർക്യൂട്ടിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് എന്ത്, ഒരു ജംഗ്ഷൻ, ഇതാണ് 2ാമത്തെ ജംഗ്ഷൻ, 3ാമത്തെ ജംഗ്ഷൻ, 1 2 3. ഇത് കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഓക്കെ, അതില്ല. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ട്രീ സെലക്ട് ചെയ്തു. ഇതാണ് കിട്ടിയ ട്രീ. ഓക്കെ, ഇപ്പൊ ട്രീ എന്ന് വെച്ചാൽ 2 4 ആണ് എന്ത്, ഇത് ടിക്സ്, 2 4 ആണ് ഇതിന്റെ ടിക്സ്. അപ്പൊ 2 ഈ എങ്ങനെയൊക്കെ കട്ട് ചെയ്യാം, ഇങ്ങനെയും 2നെ ഇങ്ങനെയും കട്ട് ചെയ്യാം, 4നെ ഇങ്ങനെയും കട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ 2നെ കട്ട് ചെയ്തത് 2 1 3 ആണ് കട്ടായി പോയിട്ടുള്ളത്. ഓക്കെ, 2 ലീവ് ആണ്, 1 എൻട്രി ആണ്, 3 ലീവ് ആണ്. അപ്പോ 2നും 3ക്കും 1 ആയിക്കാരം, 1ന് -1 ആയിക്കാരം. പിന്നെ ഇത് 3 4 ആണ് കട്ടാവുന്നത്. ഓക്കെ, അപ്പോ -3ല് 3 എന്നുള്ളത് എൻട്രി ആണ്, 4 എന്നുള്ള ലീവ് ആണ്. നമ്മൾ 4ന്റെ അതേ ഡയറക്ഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ 4ന് 1 3ക്ക് -1 ആയിട്ട് ക്യൂ എന്നുള്ളത് കിട്ടി. ഇനി വൈ ബി കാണുക, വൈ ബി കാണാൻ 1 2 3 4. ഇതാണ് ഫസ്റ്റ് ബ്രാഞ്ച്, ഇത് 2ാമത്തെ ബ്രാഞ്ച്, ഇത് 3ാമത്തെ ബ്രാഞ്ച്, ഇത് 4ാമത്തെ ബ്രാഞ്ച്. എങ്ങനെയൊക്കെ വരിക, ഈ ഫസ്റ്റ് ബ്രാഞ്ചിൽ 1 ഉണ്ടാവും. ഓക്കെ, അഡ്മിറ്റൻസ് ആണ് കാണാറുള്ളത്. ഓക്കെ, അഡ്മിറ്റൻസ് ആണ് കാണുന്നത്. പിന്നെ എല്ലാതും 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് 1, ഇത് 1, ഇവിടെ 1, ഇതുണ്ടാവില്ല. ഓക്കെ, അപ്പൊ 4ഉം 1 ആയിക്കാരം. ഓക്കെ, 4ഉം 1 ആയിക്കാരം. ഐ എസ് ഇസ് ഇക്വൽ ടു എന്താണ്, ഐ എസ് 3ാമത്തെ ബ്രാഞ്ചിൽ നിന്ന് ഈ വൈ ആണ്. അപ്പൊ 2 ആക്കിയിട്ട് എടുത്തു. ഓക്കെ, 2 ആക്കിയിട്ട് എടുത്തു. വി എസ് ഇസ് ഇക്വൽ ടു ഇവിടെ ഫസ്റ്റത്തെ ബ്രാഞ്ചിലാണ്. അപ്പൊ ഫസ്റ്റത്തെ ബ്രാഞ്ചിന്റെ അവിടെ 10 ഉണ്ട്. ഓക്കെ, ക്യൂ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പൊ ക്യൂ വൈ ബി ക്യൂ ട്രാൻസ്പോസ് വി ടി ഇസ് ഇക്വൽ ടു ക്യൂ ഐ എസ് മൈനസ് ക്യൂ വി ബി വൈ ബി വി എസ്. ഐ എസ് ഇതിൽ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ വാല്യൂസ് എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയതാണ് ഇത്. അപ്പൊ അതിൽ വി ടി 2 വി ടി 4. ഓക്കെ, മെട്രിക്സ് വോൾട്ടേജ് മെട്രിക്സത്തെ വോൾട്ടേജസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എന്താ നെറ്റ്വർക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻ, 2 ടിക് വോൾട്ടേജസും നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഓക്കെ.